എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ സയൻസ് അല്ലെങ്കിൽ ഒളറികൾച്ചർ എന്ന് പറയുന്ന ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ എല്ലാവരുടെയും ഡയറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്നത് ഈ വെജിറ്റബിൾസ് ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഗാർഡൻസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് വെജിറ്റബിൾ ഫാമിംഗ്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻസ്, അതുപോലെ ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റംസ് ഓഫ് വെജിറ്റബിൾ ഫാമിംഗ് എന്നുള്ളതാണ്. സോ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ശരിക്കും വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത്. സോ വെജിറ്റബിൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഡിബിൾ ഹെർബേഷ്യസ് പ്ലാന്റ്സ് ഓർ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ ബി കൺസ്യൂംഡ് എയ്തർ ഇൻ റോ ഓർ ഇൻ കുക്ക് ഫോം എന്നാണ് പറയുന്നത്. അതായത് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതർ കുക്ക് ചെയ്തിട്ടോ അല്ലാതെയോ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഏതർ ഹോൾ പ്ലാന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട് ആണെങ്കിലോ നമുക്ക് അതിന് എന്തെന്ന് പറയാം, വെജിറ്റബിൾ എന്ന് പറയും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെന്ന് വിചാരിക്കാം, നമുക്ക് ഹോൾ പ്ലാന്റ് എഡിബിൾ ആയിട്ടുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്കറിയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിങ്ഡ് ബീൻ എന്ന് പറയുന്ന ചതുരപ്പയർ എന്ന് പറയുന്നത് മലയാളത്തിലെ സൊഫോകാർപ്പസ് ടെട്രഗോണലോബസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. അത് ലെഗ്നേസിയ ഫാമിലിയിൽ വരുന്ന ഒരു ക്രോപ്പ് ആണ്. അപ്പൊ വിങ്ഡ് ബീന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ റൂട്ട് വരുന്ന ആക്ച്വലി ട്യൂബർ പോലെയുള്ള റൂട്ട്സ് ആണ് വരുന്നത്. അപ്പൊ ആ റൂട്ട്സ്, അതിന്റെ സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവേഴ്സ്, അതിന്റെ പോട്ട്സ്, ഇതെല്ലാം തന്നെ എഡിബിൾ ആണ് വിങ് ബീന്റെ കാര്യത്തിൽ. ഇപ്പൊ വിങ് ബീന്റെ എഡിബിൾ പാർട്ട് അല്ലെങ്കിൽ വിങ് ബീൻ ഏത് പാർട്ടാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ദ ഹോൾ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് വെജിറ്റബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി റൂട്ട്സ് നോക്കുകയാണെങ്കിലോ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് റൂട്ട് ക്രോപ്സ് ഉണ്ട് അല്ലെ. ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, റാഡിഷ് ഉണ്ട്, അതൊക്കെ റൂട്ട് ക്രോപ്സ് ആണ്. ഇനി സ്റ്റെം ആണെങ്കിൽ നമ്മൾ സെലറി പോലെയുള്ള ക്രോപ്സിൽ നമ്മൾ സ്റ്റെം ആണ് വെജിറ്റബിൾ പർപ്പസിനോ അല്ലെങ്കിൽ ഗാർണിഷിനൊക്കെ ആയിട്ട് ഗാർണിഷിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ സ്റ്റെം ആണ്. ഇനി ലീഫി വെജിറ്റബിൾസ് അതുപോലെ നമുക്കറിയാം, സ്പിനാച്ച് ഉണ്ട്, അമറാന്തസ്, ലെറ്റ്യൂസ് ഒക്കെ ലീഫി വെജിറ്റബിൾസ്, ലീവ്സ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കാറ്റഗറിയിൽ വരുന്ന ക്രോപ്സ് ആണ്. ഇനി ഫ്രൂട്ട്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൊളനേസിയ ഫാമിലിയിൽ വരുന്ന ഇപ്പൊ ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ചില്ലി ഒക്കെ അതിൽ വരുന്നതാണ്. ഇനി അത് കൂടാതെ കുക്കുർബിറ്റ്സ് ഉണ്ട്, വൈഡ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വരുന്ന ഒരു വലിയൊരു ഫാമിലിയാണ് കുക്കുർബിറ്റീസി എന്ന് പറയുന്നത്. അതായത് ബിറ്റർ ഗാർഡ്, ബോട്ടിൽ ഗാർഡ് ഒക്കെ വരുന്ന ആ ഫാമിലി, ആഷ് ഗാർഡ്, വാട്ടർമെലൺ ഒക്കെ അതിനകത്താണ് വരുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ആയിട്ട്, അതിന്റെ ഫ്രൂട്ട് ആണ്. അങ്ങനെ ഏതർ ദ ഹോൾ പ്ലാന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പാർട്ട് ആയിരിക്കാം. നമ്മൾ കുക്ക് ചെയ്തോ അല്ലാതെയോ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വെജിറ്റബിൾ എന്ന രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഈ വെജിറ്റബിൾ സയൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടെർമിനോളജിയാണ് ഒളറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒളറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് വെജിറ്റബിൾ ക്രോപ്സ്. പൊതുവെ നമുക്കറിയാലോ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരുപാട് ക്രോപ്സ് അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്രോപ്സ് വരുന്ന ഒരു വലിയൊരു ഏരിയ ആണ്. അതിൽ വെജിറ്റബിൾസ് വരുന്നുണ്ട്, ഫ്രൂട്ട്സ് വരുന്നുണ്ട്, പ്ലാന്റേഷൻ ക്രോപ്സ്, മെഡിസിനൽ, അരോമാറ്റിക് ക്രോപ്സ്, ഇതെല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് പെർട്ടിക്കുലർലി നമ്മൾ വെജിറ്റബിൾ ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ തൊട്ടിട്ട് മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങളെ പറ്റി ഡീൽ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഒളറികൾച്ചർ എന്ന് പറയുന്ന ടെർമിനോളജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് നടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻസ്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻസ് എന്നുള്ളത്. അതായത് വെജിറ്റബിൾസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു, പക്ഷെ ആക്ച്വലി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഒരു മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 ടൈപ്സ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കിച്ചൺ ഗാർഡൻ. കിച്ചൺ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് അല്ലെ. അടുക്കളത്തോട്ടം നമ്മൾ പറയും കിച്ചൺ ഗാർഡൻ. അപ്പൊ കിച്ചൺ ഗാർഡന്റെ പർപ്പസ് എന്താണ്? കിച്ചൺ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വീട്ടില് ഒരു ഫാമിലി താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിയർ ബൈ ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഇപ്പം അർബൻ ഏരിയയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീടിന് ചുറ്റും സ്ഥലം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർക്ക് ടെറസ് ഏരിയ ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ നമ്മൾ ആ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സിന്റെ നീഡിന്, നമ്മൾ പ്രിഫറബിൾ ആയിട്ടുള്ള ആ ഫാമിലിയിലുള്ള ആൾക്കാരുടെ നീഡിനനുസരിച്ചും അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും അവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല, അവർ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യുന്ന ഗാർഡനെയാണ് നമ്മൾ കിച്ചൺ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരുപാട് എയിംസ് ഉണ്ട് അല്ലെ. കിച്ചൺ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഭയങ്കര ഹെൽത്ത് കൺസേൺ ഉള്ള ആൾക്കാരാണ്. അതായത് പുറത്തുനിന്ന് വരുന്ന ഈ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര റെസിഡ്യൂസ് ഉള്ള, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ അധികം പേരും, ഒരുപാട് പേര് ഈ കിച്ചൺ ഗാർഡൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവൻ വീടുകളിൽ സ്ഥലം ഇല്ലാത്തവർ പോലും വെർട്ടിക്കൽ ഗാർഡനിങ് വഴിയും ഹൈഡ്രോപോണിക്സ് വഴിയും ഒക്കെ അവരവർക്ക് വേണ്ട പച്ചക്കറികൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അപ്പൊ അതാണ് കിച്ചൺ ഗാർഡൻ. അതിൽ നമുക്ക് പുറത്തുനിന്നുള്ള ലേബറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള ആൾക്കാർ തന്നെ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള ക്രോപ്പ് അവിടെ ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ലേബർ യൂസ് ചെയ്തിട്ട് അവര് അത് മെയിൻ ആയിട്ടും ഓർഗാനിക് വേയില് നമ്മളൊരു വലിയൊരു ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പോലെയല്ല, ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ പോലെയല്ല. നമ്മളങ്ങനെ നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരുപാട് കെമിക്കൽസ് ഒന്നും അതിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മാനുവൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കൗഡങ് സ്ലറി അല്ലെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾസിന്റെ വേസ്റ്റ്, വെർമി കമ്പോസ്റ്റ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കിച്ചൺ ഗാർഡൻസിൽ യൂസ് ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് കിച്ചൺ ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു വെജിറ്റബിൾ ഫാമിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് ഗാർഡൻ. മാർക്കറ്റ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, ഓരോ സ്ഥലത്തും ഒരു മാർക്കറ്റ്സ് ഉണ്ടാവും. അപ്പൊ ആ മാർക്കറ്റില് സ്ഥിരമായിട്ട് വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര് പ്രിഫർ ചെയ്യുന്ന കുറെ വെജിറ്റബിൾസ് ഉണ്ടാവും. അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒരു മാർക്കറ്റിലേക്ക് എപ്പോഴും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടും സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു മാർക്കറ്റിൽ ഒരു പ്രോക്സിമിറ്റി, അതായത് 15 to 20 കിലോമീറ്റേഴ്സിന്റെ അകത്തൊക്കെ ഉള്ള ഫീൽഡുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സ്ഥലത്ത് ആ മാർക്കറ്റിലേക്ക് ആവശ്യം എന്നുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഫാമിംഗ് നടത്താണ്, വെജിറ്റബിൾ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗാർഡനെയാണ് നമ്മൾ മാർക്കറ്റ് ഗാർഡൻ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ക്രോപ്പ് എക്സ്റ്റൻസീവ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഒരുപാട് ക്രോപ്പ് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റ് ഉണ്ട്, അവിടെ സ്ഥിരമായിട്ട് കുറെ കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അവർ പ്രിഫർ ചെയ്യുന്ന ഒരു 10 വെജിറ്റബിൾ ഉണ്ടെങ്കിൽ ആ ഒരു 10 വെജിറ്റബിളും എപ്പോഴും ആ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ ത്രൂ ദി ഇയർ അത് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ചീരയൊക്കെ പോലെയുള്ള വെജിറ്റബിൾസ് നമുക്ക് ലോങ് ഡിസ്റ്റൻസിന് കൊണ്ടുവരുമ്പോഴേക്കും അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ പോകും. അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ വെജിറ്റബിൾസും കൂടെ നമ്മൾ ഈ മാർക്കറ്റ് ഗാർഡനിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ് അതായത് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് മാർക്കറ്റ് ഗാർഡൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രക്ക് ഗാർഡൻ. ട്രക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം അല്ലെ. ട്രക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെർട്ടിക്കുലർ ക്രോപ്സ്, ഒരു 1-2 ക്രോപ്സ് ഒക്കെ വലിയ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഏരിയയിൽ, അതായത് വലിയ ഏരിയയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ക്യാബേജ് എന്ന് പറയുന്നത് വെജിറ്റബിൾ. ക്യാബേജ് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ മാർക്കറ്റിലേക്കും ക്യാബേജ് സപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു 1-2 വലിയ ഫീൽഡ്സിൽ നിന്നായിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്രോപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ മാർക്കറ്റിലേക്കും അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രോ ചെയ്യുമല്ലോ. ആ ഒരു ഗാർഡനെയാണ് നമ്മൾ ട്രക്ക് ഗാർഡൻ അല്ലെങ്കിൽ ട്രക്ക് ഗാർഡനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വെജിറ്റബിൾ ഗാർഡൻ ഫോർ പ്രോസസിങ്. അതായത് വെജിറ്റബിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രോസസ്ഡ് പ്രോഡക്ട്സ് വരുന്ന ഒരു വെജിറ്റബിൾ ആണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. ഇപ്പൊ പ്യൂരി, പേസ്റ്റ്, കെച്ചപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെയിലി. അപ്പൊ അത്രയും പ്രോസസ്ഡ് പ്രോഡക്ട്സ് വരുന്ന ഒരുപാട് വെജിറ്റബിൾ ക്രോപ്സ് ഉണ്ട്. ഇപ്പൊ പൊട്ടാറ്റോ എന്നാണെങ്കിൽ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് എഡിബിൾ ആയിട്ട്, ഇപ്പം ടൊമാറ്റോ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തല്ല നമ്മളത് പ്രോസസിങ് പർപ്പസിന് വേണ്ടി ഹാർവെസ്റ്റ് ചെയ്യാം. ആ റൈപ്പനിങ് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ പർപ്പസിനും ഓരോ മെച്യൂരിറ്റി സ്റ്റേജിലൊക്കെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രോസസിങ് പർപ്പസ്, പ്രോസസിങ് പർപ്പസിന് വലിയ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ഇത് പ്രോസസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, പ്രോസസിങ് ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ആ ഇൻഡസ്ട്രീസിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ വെജിറ്റബിൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി ആ ഇൻഡസ്ട്രീസിന്റെ അടുത്തുള്ള ഫാമേഴ്സ് ഇങ്ങനെ ആക്ച്വലി അതൊരു ബോണ്ട്, ഒരു എഗ്രിമെന്റ് പുറത്താണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ ഇൻഡസ്ട്രി പീപ്പിൾ എന്ത് ചെയ്യും, ഈ ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കും. ഇവർക്ക് ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ടും സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്ത് കൊടുക്കും. ഫാമേഴ്സ് ഇൻ റിട്ടേൺ ആയിട്ട് ഇവർക്ക് കിട്ടുന്ന ഈൽഡ് ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കും. അങ്ങനെ ഒരു എഗ്രിമെന്റ് പുറത്തായിരിക്കും ഇവരിത് ചെയ്യുന്നുണ്ടാവുക. അതിന് ഫാമേഴ്സിന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രോസസിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെജിറ്റബിൾ ഗാർഡൻ ഫോർ പ്രോസസിങ് പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു 5ാമത്തെ ടൈപ്പ് ആയിട്ട് നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ ആണ് വെജിറ്റബിൾ ഗാർഡൻ ഫോർ സീഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു സീഡ് പ്രൊഡക്ഷൻ പ്ലോട്ട് നോർമൽ കൾട്ടിവേഷൻ പ്ലോട്ട് ആയിട്ട് സിമിലർ ആയിട്ടില്ല. സീഡ് പ്രൊഡക്ഷൻ പ്ലോട്ടിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആ സീഡിന്റെ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസൊലേഷൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ഇൻസ്പെക്ഷൻസ് നടത്തും, റോഗിങ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ സീഡ് പ്രൊഡക്ഷൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് വെജിറ്റബിൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ലാതെ സീഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു എയിം വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ വെജിറ്റബിളിന്റെ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഉള്ള സീഡ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ വെറൈറ്റിയുടെ സീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഗാർഡൻസിനെ നമ്മൾ പറയുന്നതാണ് വെജിറ്റബിൾ ഗാർഡൻ ഫോർ സീഡ് പ്രൊഡക്ഷൻ. അപ്പൊ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ